വിഷണറി ആയിട്ടുള്ള പിണറായി വിജയൻ അത് സാധിച്ചതിൻ്റെ റീസൺ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റർ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു, നടപ്പാക്കുന്ന ആരാണ്? അമിത്ഷായാണ്. ലാലേട്ടന് ആന്റണി പെരുമ്പാവൂരാണ് ഇൻ്റഗ്രേറ്റർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഇവർക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല. അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർക്ക് അയാൾ CEO ആയിരിക്കണം, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം. അങ്ങനെയില്ല, നമുക്ക് ആ ഒരു ഫീല് കിട്ടും, ഇന്ന ആളാണ് അതിന് പറ്റിയത്. അപ്പോൾ ഒരു ബിസിനസ് വിജയം കാണണമെങ്കിൽ ആ ബിസിനസ്മാന് പിന്നിൽ ഒരു ചാണക്യൻ വേണം. എത്ര വലിയ പെർഫോമർ ആണെങ്കിലും ശരി, ക്യാൻസറസ് എംപ്ലോയി നമ്മുടെ ടീമിലുണ്ടെങ്കിൽ മുറിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ്. നോട്ടീസ് പീരീഡ് ഒന്നുമില്ല, ശമ്പളം കൊടുത്ത് തന്നെ അന്ന് വൈകിട്ടേ പറഞ്ഞു വിട്ടേക്കുക. നമ്മുടെ കോർ വാല്യൂസ് പാലിക്കാത്ത ഒരാളും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു റോളിലും ഉണ്ടാവരുത്. സ്കില്ല് അത് സെക്കൻഡറി ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് കോർ വാല്യൂസ് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ഹായ്, റൂത്ത്ലെസ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്ലോബൽ മലയാളികളെ ബിസിനസ് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ നമുക്കൊപ്പം തുടരുകയാണ്. നമുക്ക് ചോദിച്ചു പോകാം. നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നു അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആരെയൊക്കെ കൂട്ടണം എന്നുള്ളത് അല്ലേ. നമ്മൾ എത്തരത്തിലുള്ള സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കണം, അത് അവരുടെ ക്യാരക്ടർ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയും. ഒരു ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക്, അത് ദുബായിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം 9 വർഷമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ ടീമിൽ ഒരു എംപ്ലോയി ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ്, പക്ഷേ അകത്ത് കുറേ ഗോസിപ്പ് പറയും, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. കൂടെയുള്ള ജോലിക്കാർക്കൊന്നും ഇദ്ദേഹത്തോടൊരു താല്പര്യമില്ല, ആകെ മൊത്തൊരു നെഗറ്റിവിറ്റി. പക്ഷേ നന്നായി പെർഫോം ചെയ്യും. എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇദ്ദേഹത്തിനുള്ളത്. ഹയർ ചെയ്തു, പക്ഷേ ഇനിയിപ്പോൾ ഫയർ ചെയ്യേണ്ട അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം? ശരി, ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ക്യാൻസറസ് അല്ലെങ്കിൽ ടോക്സിക് എംപ്ലോയി എന്ന് വിളിക്കും. ഇവരുടെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ, നമ്മുടെ ടീമിൽ ഒരാൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന്. അല്ല, പെർഫോം ചെയ്യാത്തവർ സ്വാഭാവികമായിട്ടും പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവർ പുറത്തു പോകും. അതേസമയം ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറയുന്നത് പെർഫോം ചെയ്യും, എന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ, ഇല്ലെങ്കിൽ സമയം ഉണ്ടാക്കി കമ്പനിയെ കുറ്റപ്പെടുത്തുക, പ്രൊഡക്റ്റിനെ കുറ്റം പറയുക, ടീമിനെ കുറ്റപ്പെടുത്തുക, മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള ആ ഗോസിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു ക്യാൻസറാണ്. ഇതിന് നമ്മളിപ്പം ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുന്നത്? മുറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ചികിത്സയില്ല. എന്ന് പറഞ്ഞ പോലെ എത്ര വലിയ പെർഫോമർ ആണെങ്കിലും ശരി, ക്യാൻസറസ് എംപ്ലോയി നമ്മുടെ ടീമിലുണ്ടെങ്കിൽ മുറിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഏക മാർഗം. അതാണ്. അവിടെ ചില സമയത്ത് ഇത് മുറിച്ച് കളയാൻ പറ്റാത്തത്, ഈ പറയുന്ന ക്യാൻസർ ചിലപ്പോൾ നമ്മളുടെ അനിയനാവാം, അളിയനാവാം, അമ്മായിയപ്പനാവാം. ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത്. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരാളിനെ വേണ്ടിയിട്ട് നമ്മൾ കണ്ണടക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഇതിങ്ങനെ സ്പ്രെഡായി നമ്മളല്ലാത്ത ബാക്കി എല്ലാവരിലും ഈ ക്യാൻസർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഉത്തരം ഒന്നേ ഉള്ളൂ, റൂത്ത്ലെസ് ആൻസർ ഇതേ ഉള്ളൂ. ക്യാൻസർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും വെച്ച് പൊറുപ്പിക്കരുത്. അന്ന് വൈകിട്ട് തന്നെ അടുത്ത 30 ദിവസത്തേക്കുള്ള നോട്ടീസ് പീരീഡ്, ഇവർക്ക് ക്യാൻസറസ് എംപ്ലോയീസിന് നോട്ടീസ് പീരീഡ് ഒന്നുമില്ല, ശമ്പളം കൊടുത്ത് തന്നെ അന്ന് വൈകിട്ടേ പറഞ്ഞു വിട്ടേക്കുക. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് 1 മാസത്തേക്കുള്ള അഡ്വാൻസും കൂടെ കൊടുത്തു വിട്ടേക്കുക. കാരണം ഇവരിവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന നല്ലതിനേക്കാളും അടുത്ത 30 ദിവസം ഓൾറെഡി ഇവരോട് പറഞ്ഞു നിങ്ങളിനി ഇല്ല എന്നുള്ളത്. എന്തായിരിക്കും ഇവരടുത്ത 30 ദിവസം ഇവിടെ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് അന്ന് വൈകിട്ട് തന്നെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏക തീരുമാനം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവരെ പോലുള്ളവർ നമ്മുടെ ടീമിൽ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീമിൽ എപ്പോഴും നമ്മൾ നോക്കണം, കോർ വാല്യൂസ് എന്ന് പറയും. കോർ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചർ തീരുമാനിക്കുന്ന അവിടുത്തെ കോർ വാല്യൂസാണ്. അപ്പം നമ്മൾ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും, നമ്മൾ സാലറി കൂട്ടിക്കൊടുക്കുന്നതും എല്ലാം, റെക്കഗ്നീഷനും എല്ലാം ബേസ് ചെയ്യുന്നത് കോർ വാല്യൂസിനെ ബേസ് ചെയ്തായിരിക്കണം. അപ്പം ഇത് നമ്മുടെ കസ്റ്റമർക്ക് ബാധകമാണ്, നമ്മുടെ സപ്ലയേഴ്സിന് ബാധകമാണ്, ഇത് നമ്മുടെ സ്റ്റാഫിനും ബാധകമാണ്. നമ്മുടെ കോർ വാല്യൂസ് പാലിക്കാത്ത ഒരാളും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു റോളിലും ഉണ്ടാവരുത്. കസ്റ്റമറായിട്ടും ഉണ്ടാവരുത്, സ്റ്റാഫായിട്ടും സപ്ലയറായിട്ടും ഉണ്ടാവാൻ പാടില്ല. ആ കോർ വാല്യൂസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന കോർ വാല്യൂസിൽ ഒന്നാമത്തത് കോച്ചബിൾ ആയിരിക്കണം. എൻ്റെ സ്റ്റാഫ് ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർ കോച്ചബിൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിൽ എടുക്കില്ല. 2, അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം.
പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നവരായിരിക്കണം. അല്ലാത്തവരെ നമ്മൾ എടുക്കില്ല. ലൈക്കബിൾ ആയിരിക്കണം, വിഷനറീസ് ആയിരിക്കണം, എംപതറ്റിക് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു 7 കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ടീമിലേക്ക്. അത് സ്റ്റുഡൻ്റ് ആയിട്ടായാലും സപ്ലയർ ആയിട്ടായാലും സ്റ്റാഫായിട്ടായാലും ഞാൻ ഹയർ ചെയ്യണമെങ്കിൽ ഈ 7 കാര്യങ്ങൾ അവർ പാലിച്ചേ പറ്റൂ. ആര് ഇത് ബ്രേക്ക് ചെയ്യുന്നോ അവർ ടീമിന് പുറത്തായിരിക്കും. അത് കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളോട് കൂറ് പുലർത്താത്ത ഒരാളും നമ്മുടെ കൂടെ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. എത്ര പ്രൊഡക്റ്റീവ് ആണെങ്കിലും അവരിനി എന്തുണ്ടാക്കി തന്നെന്ന് പറഞ്ഞാലും ശരി, ക്യാൻസറസ് എംപ്ലോയീസിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനവും നേരെ നിൽക്കില്ല, വളരില്ല. ഷോർട്ട് ടൈമിൽ നമ്മൾ ആ ബെനിഫിറ്റ് കണ്ടുകൊണ്ട് ഇവരെ താങ്ങേണ്ട കാര്യമില്ല. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, അത് ബിസിനസ്സിലെന്നല്ല നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ആര് നമ്മളെ വിട്ടുപോകുമ്പോഴും നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ കാലം തെളിയിച്ചിട്ടുണ്ട്, അവർ പോയപ്പോൾ അതിന് പകരം വന്ന ആൾ തങ്കക്കുടമായിരുന്നു, അല്ലേ? അപ്പം ഒരാൾ വിട്ടുപോകുന്നത്, ഒരാളെ നമ്മൾ പറഞ്ഞു വിടുന്നത് അതിനേക്കാൾ ബെറ്ററായ ഒരാളവിടെ വന്ന് റീപ്ലേസ് ചെയ്യും. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പം ഇത് മുഴുവൻ എൻ്റെ തോളിൽ ഇരിക്കുകയാണ് എന്ന തോന്നൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ. അപ്പം അവിടെ വേണ്ടത് സിസ്റ്റമാണ്. സിസ്റ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എംപ്ലോയീസിനൊന്നും അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ക്യാൻസർ എന്ന് പറയുന്നില്ല കൂണ് പോലെയാണ്, ഇരുട്ടത്താണ് ഇത് വളരുന്നത്. അപ്പം സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെളിച്ചം അടിക്കുകയാണ്, ടോർച്ച് അടിക്കുക. വെളിച്ചം ചെന്ന് കഴിഞ്ഞാൽ ഈ കൂണ് ജീവിച്ചിരിക്കില്ല, ചത്തുപോകും എന്ന് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീമിൽ ക്യാൻസറസ് ആയിട്ടുള്ളവരുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. ഉണ്ട് എങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കുക. അത് സ്റ്റാഫായാലും കസ്റ്റമർ ആയാലും ശരി, നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. നമ്മളൊരു സ്റ്റാഫിനെ വിശ്വസിച്ചാണ് കൂടെ കൂട്ടുന്നത്. പക്ഷെ നമുക്ക് പതിയെയാണ് ഇദ്ദേഹത്തിന്റെ മനോഭാവവും സ്വഭാവവും ഒക്കെ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇദ്ദേഹത്തെ ഹയർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കിത് തിരിച്ചറിഞ്ഞ കുറച്ചുകൂടി ഈസി ആണല്ലോ. തീർച്ചയായും. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സ്ട്രെസ് ഒഴിവായി കിട്ടും. അതിനെന്ത് ചെയ്യണം തുടക്കത്തിലേ നമുക്കിത് മനസ്സിലാവാൻ? നമ്മളെ ഇപ്പം നമ്മുടെ കുടുംബത്ത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ആരൊക്കെയായിട്ട് നമ്മൾ സഹകരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ടല്ലേ, നമ്മളുടെ മുതിർന്നവർ അവിടെ സെറ്റ് ചെയ്തിരിക്കുക. ഇതിൻ്റെ പേരാണ് കോർ വാല്യൂസ്. നമുക്ക് ചില ആളുകളെ ഇഷ്ടമാണ്, ചിലരെ അവർ നമ്മളോടൊന്നും ചെയ്തിട്ടില്ല എന്നാൽ പോലും നമുക്ക് അവരെ ഇഷ്ടമല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ കോർ വാല്യൂസ് അവരുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സമയം ഹയറിങ് സമയത്താണ്. ഹയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നോക്കുന്ന അവരുടെ സ്കില്ല് മാത്രമാണ് നോക്കുന്നത്. സ്കില്ല് അത് സെക്കൻഡറി ആണ്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കേണ്ടത് കോർ വാല്യൂസ് മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. ആ വാല്യൂ സിസ്റ്റം മാച്ച് ആകുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇസ്ലാം മതത്തിന് മൊത്തത്തിലൊരു കോർ വാല്യൂ ഉണ്ട്, അല്ലേ? അത് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകണം, ദിവസേന 5 നേരം നിസ്കരിക്കണം. ഹിന്ദു മതത്തിന് ചില കോർ വാല്യൂസ് ഉണ്ട്, അല്ലേ? ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അമ്പലത്തിൽ പോകുന്നു, അവിടെ ഇന്ന നേർച്ച നടത്തുന്നു. ക്രിസ്ത്യൻ മതത്തിന് ഒരു കോർ വാല്യൂസ് ഉണ്ട്, അത് എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില കോർ വാല്യൂസ് ഉണ്ട്, BJPക്ക് കോർ വാല്യൂസ് ഉണ്ട്, കോൺഗ്രസ്സിന് കോർ വാല്യൂസ് ഉണ്ട്, മുസ്ലിം ലീഗിന് കോർ വാല്യൂസ് ഉണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ സ്ഥാപനത്തിനും ഒരു കോർ വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വാല്യൂസ് മാച്ചിങ് ആണോ എന്നുള്ളതാണ്. ആ വാല്യൂസ് തമ്മിൽ മാച്ച് ആവുന്നില്ല എങ്കിൽ ഒരു വിവാഹം പോലെയാണ്. ആദ്യത്തെ ഹണിമൂൺ പീരീഡൊക്കെ അടിപൊളിയായിരിക്കും. അത് കഴിയുമ്പോൾ റിയൽ ലൈഫ് സിനാരിയോസ് വരുന്ന സമയത്ത് ഇവർ തമ്മിൽ മാച്ച് ആവാതെ വരും. കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡിവോഴ്സുകളൊക്കെ നടക്കുന്നതും അവർ തമ്മിലുള്ള കോർ വാല്യൂസ് മാച്ച് ആകാതെ വരുന്നിടത്താണ്. അപ്പം കോർ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു സ്ഥാപനത്തിൽ ഇത്തിരി ലേറ്റായി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിനെന്താ, ഇന്നലെ അവൻ ലേറ്റായിട്ട് പോയി. പക്ഷേ ചില സ്ഥാപനത്തിൻ്റെ ഓണറുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് കൃത്യനിഷ്ഠ വളരെ നിർബന്ധമായിരിക്കും. അപ്പം നമ്മുടെ കോർ വാല്യൂ എന്തെന്ന് ആ ബിസിനസ്സിൻ്റെ ഓണർ ആദ്യമേ തീരുമാനിക്കണം. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം ഈ കോർ വാല്യൂസ് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള കുറച്ച് ലൈഫ് സിനാരിയോസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ് യൂണിറ്റിയെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറയാണ്, യൂണിറ്റി എൻ്റെ കുടുംബത്തുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ എങ്ങനെയാണ് വളർത്തിയത്, ഞങ്ങൾ 3 ചേട്ടനനിയന്മാരാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോഴും താമസിക്കുന്നത്. അങ്ങനെ റിയലായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുമ്പോൾ അവർ പോലും അറിയാതെ നമ്മുടെ കോർ വാല്യൂസിനെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല, ഇനി അവരെ ഹയർ ചെയ്ത് നമ്മളുടെ ആദ്യത്തെ 90 ദിവസം, ഈ 90 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ പെർഫോമൻസിനേക്കാൾ ഉപരി
ഈ വാല്യൂസ് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള. ഇല്ലെങ്കിൽ ഇവരൊരു പെർഫോമർ ആയിരിക്കും, നാളെ ഇത് ക്യാൻസറസ് ആയിട്ട് മാറും. സോ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും കോർ വാല്യൂസിനെ ബേസ് ചെയ്തായിരിക്കണം. ഞങ്ങൾ പറയുന്ന ഇതാണ്, യു ലിവ് ഓൺ യുവർ കോർ വാല്യൂസ്. ഇത് മാച്ച് ആകാത്ത ഒരാളുമായിട്ടും ഒരു ബിസിനസ് ഡീലും ഇല്ല, സൗഹൃദം മാത്രം. ബിസിനസ്സിൽ വരണോ കോർ വാല്യൂസ് മാച്ച് ആയിരിക്കണം, എങ്കിൽ സ്വസ്ഥമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ പ്രശ്നം, നമ്മൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോഴായി കോർ വാല്യൂസ് ഒക്കെ അറിയുന്നത്. അപ്പം ഏതെങ്കിലും മറ്റാരെങ്കിലും ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ചാൽ നമ്മുടെ കോർ വാല്യൂസ് ഒക്കെ അവിടെ എടുത്തിട്ടിരിക്കുന്നത്. അതല്ല, നമ്മളെന്താണോ, നമ്മളുടെ മിററാണ്, നമ്മളുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം നമ്മുടെ കോർ വാല്യൂ. ഇത് മാച്ചിങ് ആണെങ്കിൽ നമുക്ക് അവർ ചെറിയ തെറ്റൊക്കെ ചെയ്താലും നമ്മളങ്ങ് സഹിക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇവർ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രശ്നമായിരിക്കും. നമ്മൾ ഒരു ദിവസം തന്നെ, നമ്മളുടെ നല്ലൊരു ദിവസം തന്നെ ഇവരോടുള്ള ആ കലിപ്പ് കൊണ്ട് ഇല്ലാതാവും. അതുകൊണ്ട് കോർ വാല്യൂസ് മാച്ച് ആകാത്ത ഒരാളെയും ബിസിനസ്സിലെന്നല്ല ലൈഫിൽ തന്നെ അടുപ്പിക്കാതിരിക്കാമെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഓരോ ചോദ്യങ്ങളും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു മലയാളി വ്യവസായിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നമാണതെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ല ഐഡിയ ഉണ്ട്, നല്ല വിഷൻ ഉണ്ട്, നല്ല പ്ലാനും ഉണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യാൻ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ ടീം മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആവുന്നു. എന്താ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എവിടെയൊക്കെയോ നേരിടുന്നു. ഇപ്പോൾ അന്നന്ന് നടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു ലക്ഷ്യമൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമില്ലായ്മ ബിസിനസ്സിൽ നമുക്കൊരു വലിയ പ്രതിസന്ധിയായി മാറില്ലേ? തീർച്ചയായിട്ടും. ഈ ബിസിനസ് ഓണർ എപ്പോഴും ഒരു വിഷനറി ആയിരിക്കണം. വിഷനറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം വിഷൻ ഉള്ളവരായിരിക്കും വിഷനറീസ്. ഇപ്പോൾ ഒരു സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഈ ഞായറാഴ്ച എന്താ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അത് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് തീരുമാനിച്ചാൽ പോരെ എന്ന്. ബിസിനസ് അങ്ങനെയല്ല ചെയ്യട്ടെ. ബിസിനസ്സുകാരൻ എപ്പോഴും ഒരു 10 വർഷത്തിനപ്പുറം എവിടെ എത്തണം എന്ന ഗൂഗിൾ മാപ്പ് നോക്കുന്ന ആളായിരിക്കണം. അപ്പം അവർക്കറിയാം, ഓക്കെ എങ്കിൽ 2035 എവിടെത്തും, 2030 എവിടെത്തും, 2028 എവിടെത്തും, എങ്കിൽ 2027 അവസാനമാകുമ്പോൾ ഞാൻ എവിടെ എത്തണം. അങ്ങനെ ഒരു വിഷനിലാണ്, ആ ലോങ് ടൈം വിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷണറീസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഈ ബാംഗ്ലൂരുകാരൻ പറഞ്ഞ പോലെ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷൻ കാണുന്ന ആളും ഇത് നടപ്പാക്കുന്ന ആളും ഒന്നായി മാറുന്നു. അങ്ങനെ പറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്കും 2 റോളാണ്. വിഷൻ കാണുന്ന ആളിൻ്റെ പേര് വിഷനറിയും ആ വിഷൻ നടപ്പാക്കുന്ന ആളിൻ്റെ പേര് ഇൻ്റഗ്രേറ്റർ. ഓക്കെ, ഇവരുടെ 2 പേരുടെയും സ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ വിഷണറിക്ക് ലോങ് വ്യൂ കാണാൻ പറ്റും, ആ ബിഗ് പിക്ചർ കാണാൻ പറ്റും, വർഷങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റഗ്രേറ്റർക്ക് ആ കഴിവില്ല. പകരം ഈ വിഷണറിക്ക് ഇല്ലാത്തൊരു കഴിവുണ്ട്. അതെന്താണെന്നോ, ഡേ ടു ഡേ എക്സിക്യൂഷൻ. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ആ എടുത്ത തീരുമാനം നടപ്പാക്കുക. ബിസിനസ്സുകാരെയും വിഷണറി ആകുമ്പോഴത്തെ ഒരു പ്രശ്നം, ഇന്നൊരു തീരുമാനം എടുത്തു, ഇന്ന് രാത്രി പോയി കിടക്കുമ്പോൾ വേറൊരു ഐഡിയ കിട്ടി, നാളെ രാവിലെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു, മറ്റന്നാൾ രാവിലെ പുതിയൊരു ഐഡിയ കിട്ടി, അടുത്ത മാസം അടുത്ത ആളൊരു കാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അത് ചെയ്യണം. ഇങ്ങനെ ചാടി വിഷണറി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരാൾ, അത് ആ വിഷണറി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആളിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റർ. ലോകത്തെ എല്ലാ വിഷണറീസും നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ സക്സസ്ഫുൾ ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വിഷണറി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് കുറേ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ ആദ്യത്തെ തവണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർഭരണം ലഭിച്ചത്. അന്ന് അദ്ദേഹം അതിനത് സാധിച്ചത്, അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള പിണറായി വിജയൻ അത് സാധിച്ചതിൻ്റെ റീസൺ, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റർ ഉണ്ടായിരുന്നു. പിണറായി എന്ത് സ്വപ്നം കാണുന്നോ അതിവിടെ യാഥാർത്ഥ്യമാക്കുമായിരുന്നു കോടിയേരി. പക്ഷേ ഇപ്പോൾ അതിനൊരഭാവം, അവിടെ ഒരു ഗ്യാപ്പ്. ആ കാണുന്ന വിഷൻ അതുപോലെ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ഇന്നത്തെ സിസ്റ്റത്തിന് അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്ററുടെ കുറവ് അവിടെ ഉണ്ടായി. ഇത് തന്നെയാണ് നമ്മളുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു, നടപ്പാക്കുന്ന ആരാണ്? അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷാ ആരാണ്? ഇൻ്റഗ്രേറ്ററാണ്. ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് വലിയ ആളുകളെ നോക്കിയാലും അവർക്ക് പിന്നിൽ ഒരു ഇൻ്റഗ്രേറ്റർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഫ്ലോറിൽ ആൻഡോ എന്ന് പറയുന്ന വിഷണറി കാണുന്ന, റിപ്പോർട്ടറിൻ്റെ ഓണർ കാണുന്ന ഓരോ സ്വപ്നങ്ങളും നടപ്പാക്കുന്നത് ആരാണ്?
ഇപ്പോൾ നമ്മൾ താഴെ വെച്ച് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന അരുൺകുമാർ, അദ്ദേഹം ഇവിടെ നിന്ന് 24 മണിക്കൂർ ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഒരു തടസ്സവും കൂടാതെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അല്ലേ. അപ്പം ആൻഡോ സാർ എന്നും ഇവിടെ വരണമെന്നില്ല, പക്ഷേ അരുൺകുമാർ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റർ എന്നും ഇവിടെ ഉണ്ടാകും. ഊണിലും ഉറക്കത്തിലും ഇത് തന്നെയായിരിക്കും. വിഷണറിക്ക് പല കാര്യങ്ങളുണ്ടാവും, പലയിടത്ത് പോകുന്നുണ്ടാവും, പലരെ കാണുന്നുണ്ടാവും, ബിഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ടാവും, ക്യാപിറ്റൽ അലോക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ടാവും. ഇൻ്റഗ്രേറ്റർക്ക് സ്മൂത്തായി കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വിഷണറിയുടെ ജോലി. വിഷണറി കണ്ട സ്വപ്നത്തെ ഡേ ടു ഡേ യാഥാർത്ഥ്യമാക്കി ടീമിനെ കൂടെ നിർത്തി അലൈൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇൻ്റഗ്രേറ്ററുടെ ജോലി. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന വിഷൻ നടപ്പാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റഗ്രേറ്ററുടെ കുറവുണ്ട് എന്നുള്ളതാണ്. ഈ ഇൻ്റഗ്രേറ്ററെ എങ്ങനെ കണ്ടെത്താം? അങ്ങനെ നമ്മൾ തേടിപ്പോയാൽ ഇൻ്റഗ്രേറ്ററെ കിട്ടത്തില്ല. ഇൻ്റഗ്രേറ്റർ നമ്മളെ തേടി വരുന്നതാണ്. നമ്മളുടെ വിഷൻ എത്രത്തോളം സ്ട്രോങ് ആകുന്നോ അത് നടപ്പാക്കാൻ പ്രകൃതി അയക്കുന്നതാണ് അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്ററെ. ആ ഇൻ്റഗ്രേറ്റർ നമ്മളെ തേടി വരും. ഇൻ്റഗ്രേറ്റർ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. അവർ ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വിഷണറിയുടെ പ്രത്യേകത അവർ ആ റിസൾട്ടിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും റിസൾട്ട് സെലിബ്രേറ്റ് ഒരു സ്ഥലത്തെത്തി ആ എത്തിയതിനെയാണ് അവർ കൂടുതൽ സന്തോഷവാന്മാരാക്കുന്നത്. പക്ഷേ ഇൻ്റഗ്രേറ്റർക്ക് അതിലേക്കുള്ള പ്രോസസ്സാണ് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഇത് രണ്ടും രണ്ട് റോളാണ്. നമ്മുടെ സ്ഥാപനം നമ്മളുടെ വിഷനിലേക്ക് എത്തണമെങ്കിൽ വി നീഡ് എ വിഷണറി ആസ് വെൽ ആസ് ആൻ ഇൻ്റഗ്രേറ്റർ. ഇവർ തമ്മിലുള്ള ഒരു കോംബോ, ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ്, ഇവർ തമ്മിലുള്ള ചേർച്ചയാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം. സോ നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റഗ്രേറ്ററെ കണ്ടെത്താൻ പറ്റണം. ആ ഇൻ്റഗ്രേറ്ററുടെ പ്രത്യേകത അയാൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ആ ഇൻഡസ്ട്രിയിൽ നമ്മളുടെ ഒരു നോട്ടത്തിൽ അയാൾക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. നമ്മളിലേക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും എത്താതെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ, ആ ബിസിനസ്സിൻ്റെ ഫൗണ്ടറുടെ ടൈം, അവരുടെ ബ്രെയിൻ, അവരുടെ ആ തോട്ടിലേക്ക് ആ സമയം ഗ്രാബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ അറ്റൻഷൻ നേടേണ്ടി വരുന്ന ഒരു കാര്യവും ആ വിഷണറിയിലേക്ക് എത്തിക്കാതിരിക്കുന്ന ആളിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റർ. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വിഷണറിയായിട്ട് നമ്മുടെ ബിസിനസ്സിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഒരു ഇൻ്റഗ്രേറ്റർ എല്ലാ ബിസിനസ്സുകാർക്കും വേണം. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ ഇങ്ങനെ നടക്കുന്നു, ഒരുപാട് കാര്യം. ഇപ്പം ഞാനിപ്പം നാട്ടിലാണ്, ദുബൈയിലാണ് എൻ്റെ ഫാമിലി. എൻ്റെ വീട്ടിൽ ഇൻ്റഗ്രേറ്റർ എൻ്റെ വൈഫാണ്. അവൾ അവിടെ ഉള്ളത് കൊണ്ടാണ് മക്കളുടെ കാര്യങ്ങളും എൻ്റെ പേരൻസിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റർ വീട്ടിലുള്ളത് കൊണ്ടാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ പുറത്ത് എനിക്കൊരു വിഷണറി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ബിസിനസ്സിലും തീർച്ചയായിട്ടും അത് നമുക്ക് വേണം. അപ്പോൾ ഒരു ബിസിനസ് വിജയം കാണണമെങ്കിൽ ആ ബിസിനസ്മാന് പിന്നിൽ ഒരു ചാണക്യൻ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലേ. പക്ഷേ അത്തരം ഒരാളെ ഇപ്പം നമ്മുടെ കൂടെ ഒരു ടീമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നോക്കി നമ്മൾ അതിലൊരാളെ ഈ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യണോ, അതോ നമ്മൾ പുറത്ത് നിന്ന് ഒരാളെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നമ്മൾ കണ്ടെത്തും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്ററെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലാണ് നമ്മുടെ കൂടുള്ളവരൊന്നും പോരാ, ഇവരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരാളിനെ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഹയർ ചെയ്ത് കൊണ്ടുവരണമെന്ന്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കോർ വാല്യൂസ്. നമ്മളുടെ കോർ വാല്യൂസ് മാച്ച് ആകുന്ന ഒരു ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഒരു ഇൻ്റഗ്രേറ്ററുടെ റോളിലേക്ക് വരുന്ന ഒരാൾക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ കണ്ട കാര്യം അവർക്ക് തിരിച്ചറിയാനും അത് നടപ്പാക്കാനും അവർക്ക് സാധിക്കണം. അത് നമ്മൾ ഹയർ ചെയ്താൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഇൻ്റഗ്രേറ്ററെ കണ്ടെത്തുക എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഒരാളുണ്ടാകും നമ്മുടെ ബിസിനസ്സിൽ, നമ്മളുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഒരാൾ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ആദ്യം വിളിക്കേണ്ട പേര് മിനി ഇൻ്റഗ്രേറ്റേഴ്സ് എന്ന. മിനി ഇൻ്റഗ്രേറ്റർ. അപ്പം അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏൽപ്പിക്കുന്ന കാര്യം 100% ആത്മാർത്ഥതയോടുകൂടി അവർ ചെയ്യും. അതുകൊണ്ടാണ് അവരെ മിനി ഇൻ്റഗ്രേറ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ മിനി ഇൻ്റഗ്രേറ്റേഴ്സായിട്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാളിനെ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ തേടി വരും അവർ. നമുക്കറിയാൻ പറ്റും ദിസ് ഈസ് ദ പേഴ്സൺ യു ആർ ലുക്കിംഗ് ഫോർ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, എന്താണോ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട സാഹചര്യം, ആ എൻവയോൺമെൻറ്റ് ഒരുക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. സോ ഇങ്ങനെയാണ് വിഷണറി,
ഇൻ്റഗ്രേറ്റർ, അതിന് താഴെ മിനി ഇൻ്റഗ്രേറ്റേഴ്സ്. സോ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഇപ്പം മിനി ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ട്. അതിലൊരാൾ നമ്മുടെ ഇൻ്റഗ്രേറ്ററാണ്. ഒരു കാര്യം കൂടെ, ഇവർക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനമില്ല. അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർക്ക് അയാൾ CEO ആയിരിക്കണം, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം, അങ്ങനെയില്ല. ഈ റോള് അത് ആർക്കും പറ്റും, ആരുമാകാം. അത് ഇപ്പം ലാലേട്ടന് ആൻ്റണി പെരുമ്പാവൂരാണ് ഇൻ്റഗ്രേറ്റർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മളുടെ ആൻ്റണി പെരുമ്പാവൂർ ആ കൂട്ടത്തിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ഡ്രൈവറുടെ റോളിലായിരിക്കും വന്നിരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു മാനേജറായിരിക്കും. അപ്പോൾ ആരാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള, നമുക്ക് ആ ഒരു ഗട്ട് ഫീൽ വരും. അവിടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും, ഇന്ന ആളാണ് അതിന് പറ്റിയത്. അപ്പം ഇന്നു തൊട്ട് ആ തോട്ടിലേക്ക്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകണം. അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. വേർ ഈസ് മൈ ഇൻ്റഗ്രേറ്റർ, ഹൗ ക്യാൻ ഐ ഫൈൻഡ് ആൻ ഇൻ്റഗ്രേറ്റർ. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ആ കറക്റ്റ് ആളിലേക്കായിരിക്കും. ആ ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ സ്പീഡ് നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിരിക്കും. കാരണം ഒരാൾ വിഷൻ സെറ്റ് ചെയ്യുന്നു, ഒരാളത് നേടി 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 കൂടെ വരുന്നു. യെസ്. അപ്പൊ ജീവിതം പച്ച പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോകാവുന്നതാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്കൊരാളുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള മറുപടികളുമായിട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ: 9207900800. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾക്കുള്ള മറുപടികളുമായി വീണ്ടും എത്തും.